Next is boundary conditions in electric field. Okay, boundary conditions in electric field. എപ്പോഴും ചോദിക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. അത് രണ്ടും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ബൗണ്ടറി കണ്ടീഷൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ what is mean by boundary condition? ഒരു ബൗണ്ടറി കണ്ടീഷൻ വെച്ചാൽ എന്താ അർത്ഥം? The field exists in a region consisting of two different medias. The conditions that the field must satisfy at the interference separating the media are called boundary conditions. Okay, these conditions are helpful in determining the field of one side of the boundary and the field on the other side is known. അതായത് ഇപ്പോൾ രണ്ട് ഇതാണ് ബൗണ്ടറി, ഇത് ഫസ്റ്റ് മീഡിയ, ഇത് സെക്കൻഡ് മീഡിയ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള, അതായത് ഈ ഇൻറഫറൻസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ രണ്ട് മീഡിയാസ് തമ്മിലുള്ള ബൗണ്ടറിയാണിത്. ആ ബൗണ്ടറിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന, ആ ഇൻറഫറൻസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് മീഡിയാസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ്. ഓക്കെ, ഫസ്റ്റ് മീഡിയം, ഇത് സെക്കൻഡ് മീഡിയം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻറഫറൻസിലുണ്ടാവുന്ന കണ്ടീഷൻസ്, അതായത് ഇൻറഫറൻസിലുണ്ടാവുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്ന പേരാണ് എന്ത്? ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻസ്. നെക്സ്റ്റ്, നമുക്കിതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇവിടെ മീഡിയം 1, മീഡിയം 2 അല്ലേ? മീഡിയം, ഇതൊരു ബൗണ്ടറി, ഇത് മീഡിയം 1, ഇത് മീഡിയം 2 അല്ലേ? അപ്പോൾ ഇതിൽ 3 കേസസ് ആണ് ഇതിനകത്ത് വരാനുള്ളത്. There are 3 cases in this electric field. First one, dielectric, one dielectric. അതായത് ഇവിടെയും ഡയലക്ട്രിക്, ഇവിടെയും ഡയലക്ട്രിക്. അപ്പോൾ ഇവിടുത്തെ ഡയലക്ട്രിക്കാണ് എപ്സിലോൺ R1, ഇതിലത്തെ എപ്സിലോൺ R2. അതൊരു കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ, ഒരു സൈഡിൽ കണ്ടക്ടർ, ഒരു സൈഡിൽ ഡയലക്ട്രിക്. അടുത്തത്, ഒരു സൈഡിൽ കണ്ടക്ടർ, ഒരു സൈഡിൽ ഫ്രീ സ്പേസ്. അങ്ങനെ 3 കണ്ടീഷൻസാണ് വരാവുന്നത്. ഓക്കെ, ഡയലക്ട്രിക് സെപ്പറേഷൻ, കണ്ടക്ടർ ഡയലക്ട്രിക് സെപ്പറേഷൻ ആൻഡ് കണ്ടക്ടർ ഫ്രീ സ്പേസ് സെപ്പറേഷൻ. ഓക്കെ, ഡയലക്ട്രിക് സെപ്പറേഷൻ, കണ്ടക്ടർ ഡയലക്ട്രിക് സെപ്പറേഷൻ ആൻഡ് കണ്ടക്ടർ ഫ്രീ സ്പേസ് സെപ്പറേഷൻ. ഇങ്ങനെ 3 കണ്ടീഷൻസാണ് ഇതിനകത്ത് വരാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് മാക്സ്വെൽസ് ഇക്വേഷൻസ് നമ്മൾ ആദ്യം നോക്കണം. അതായത് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് നമുക്കറിയാം, ഇൻ്റഗ്രൽ ഓവർ E ഡോട്ട് dl ഈക്വൽ ടു 0. അതായത് -∂B/∂t എന്നായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ബൗണ്ടറി ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വേണ്ട. അപ്പോൾ ദെർഫോർ ഇൻ്റഗ്രൽ E ഡോട്ട് dl ഈക്വൽ ടു 0. സെക്കൻഡ് കണ്ടീഷൻ, ഇൻ്റഗ്രൽ E ഡോട്ട് ds ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ്. അപ്പോൾ അതേപോലെ ഈ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് 2 രീതിയിൽ നമുക്ക് കമ്പോസ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി ഡിവൈഡിങ് ഇൻറ്റു 2. അതൊക്കെയാണ് ETയും ENഉം. ET ആൻഡ് EN. ET എന്ന് പറയുന്നതാണ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ആൻഡ് EN ഈസ് നോൺ ആസ് നോർമൽ കമ്പോണൻറ്റ് ഓഫ് E. ഓക്കെ, ET ഈസ് നോൺ ആസ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് E ആൻഡ് EN ഈസ് നോൺ ആസ് നോർമൽ കമ്പോണൻറ്റ് ഓഫ് E. ENനെയാണ് നമ്മൾ നോർമൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്. സിമിലർലി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ അവിടെ വരുന്നതാണ് ഇയും ഡിയും അല്ലേ? ഇലക്ട്രിക് ഫീൽഡിൽ 2 പാരാമീറ്റേഴ്സ് ഉള്ളൂ, ഇയും ഡിയും. അപ്പോൾ ഈനെയും നമ്മൾ 2 പാരാമീറ്റേഴ്സ് ആക്കി. എന്തൊക്കെയാണ്? ETയും ENഉം. ET എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്, EN എന്ന് പറയുന്നത് നോർമൽ കമ്പോണൻറ്റ്. അതുപോലെ D എന്നുള്ളതിനെ നമ്മൾ 2 ടൈംസ് ആക്കും. ദറ്റ് ഈസ് DT ആൻഡ് DN. DT എന്ന് പറയുന്നത് അതിൻ്റെ നോർമൽ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ആൻഡ് DN എന്ന് പറയുന്നത് നോർമൽ കമ്പോണൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ? ഇത് നേരെ വരുന്നതാണ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്. ഇനി ET, ഇനി DT എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ കമ്പോണൻ്റൊക്കെ നേരെ വരുന്നത്. അതിന് നോർമലായിട്ട് അല്ലെങ്കിൽ പെർപ്പൻഡിക്കുലറായിട്ട് വരുന്നതാണ് എന്ത്? നോർമൽ കമ്പോണൻറ്റ്. EN അല്ലെങ്കിൽ DN ഒക്കെ പെർപ്പൻഡിക്കുലറായിട്ട് വരുന്നതാണ് നോർമൽ കമ്പോണൻറ്റ്. നേരെ വരുന്നതാണ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് ഡയലക്ട്രിക് ബൗണ്ടറി കണ്ടീഷൻസ്. ഫസ്റ്റ് ടോപ്പിക്കാണ് ഡയലക്ട്രിക്
അപ്പോൾ ഇത് ഡയലക്ട്രിക് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് സ്ഥലത്തും എന്താണ് ബൗണ്ടറി എന്ന് പറയുന്നത് ഡയലക്ട്രിക് ആണ്. രണ്ട് സ്ഥലത്തും ബൗണ്ടറി ഈസ് ഡയലക്ട്രിക്. ഫിഗർ നോക്കാം. ഇതിലാണ് നമ്മൾ, അപ്പോൾ ഇതിലാണ് ഫസ്റ്റ് ഇതാണ് ε1, ഇതാണ് ε2. ഇതാണ് എൻ്റെ മീഡിയം സെപ്പറേറ്റിംഗ് ദി ടു ഡയലക്ട്രിക്സ്. അതാണ് ε2 ആൻഡ് ε1. ε1-ലുള്ളതാണ് E1, ε2-ലുള്ളതാണ് E2. ഓക്കെ, ε1-ൻ്റെ അവിടെയുള്ള ഇതാണ് E1, അതുപോലെ ε2-ൻ്റെ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് E2, E1 ആൻഡ് E2. ഓക്കെ, അപ്പോൾ E1 നമ്മൾ രണ്ട് കമ്പോണൻ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? E1T ആൻഡ് E1N. കാണുന്നുണ്ടോ നിങ്ങൾ? E1T ആൻഡ് E1N, ദറ്റ് ഈസ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്. അതേപോലെ തന്നെ E2-നെ നമ്മൾ രണ്ട് കമ്പോണൻ്റായിട്ട്, ടാൻജൻഷ്യൽ എപ്പോഴും ഇങ്ങോട്ടായിരിക്കും നേരെ, നോർമൽ എപ്പോഴും ഇങ്ങോട്ടായിരിക്കും, ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പോൾ E2 എന്ന് പറയുന്നത് എപ്പോഴും ടാൻജൻഷ്യലായിട്ടായിരിക്കും. E2N എന്ന് പറയുന്നത് എപ്പോഴും നേരെ ആയിരിക്കും, അതായത് വെർട്ടിക്കലി ആയിട്ടായിരിക്കും. E2T എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ടാൻജൻഷ്യലായിരിക്കും, അതായത് ഹൊറിസോണ്ടലായിരിക്കും. ഓക്കെ, അപ്പോൾ E2N എപ്പോഴും അതിൻ്റെ ഡയറക്ഷൻ മേപ്പോട്ടാണെന്ന് നമ്മൾ വിചാരിക്കുക. ഇത് നമ്മൾ ട്രയാങ്കിൾ ലോ അനുസരിച്ചിട്ടുള്ള റിസൾട്ടിൻ്റെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മളിതിൻ്റെ ബൗണ്ടറി കണ്ടീഷനാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ε1 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ε1 ഈക്വൽ ടു ε0 ഇൻറ്റു εr1. സിമിലർലി ε2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ε0 ഇൻറ്റു εr2. ഓക്കെ, അപ്പോൾ നമുക്ക് E1-നെയും E2-നെയും നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? E1 ഈക്വൽ ടു E1T പ്ലസ് E1N, ദറ്റ് ഈസ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് പ്ലസ് നോർമൽ കമ്പോണൻറ്റ്. അതുപോലെ E2T എന്ന് പറഞ്ഞാൽ, E2 എന്ന് പറഞ്ഞാൽ എന്താണ്? E2T പ്ലസ് E2N. E2-നെയും നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ആൻഡ് നോർമൽ കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് വി ആർ കൺസിഡറിങ് എ സ്മോൾ ഏരിയ ABCD. പിന്നെ ABCD എന്ന് പറഞ്ഞൊരു സ്മോൾ ഏരിയയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ സ്മോൾ ഏരിയയുടെ മൊത്തത്തിലുള്ള ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വി ആർ ടേക്കിംഗ് ആൻഡ് del W ഈസ് ദ വിഡ്ത്ത് ഓഫ് ദി ലെങ്ത്, അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയാൻ ലെങ്ത് ഓഫ് ദി ABCD ഇത് സ്മോൾ ഏരിയ. ആൻഡ് ഡെൽറ്റ H ഈസ് ദി ഹൈറ്റ് ഓഫ് ദിസ് സ്മോൾ ഏരിയ. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡെൽറ്റ Hൻ്റെ പകുതി ഭാഗം, അതായത് മൊത്തത്തിലാണ് ഡെൽറ്റ H അല്ലേ, ഈ ഡെൽറ്റ Hൻ്റെ പകുതി ഭാഗം ε1-ലും പകുതി ഭാഗം സെക്കൻഡിലാണ് കിടക്കുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഡെൽറ്റ H ഇങ്ങനെയാണല്ലോ വരിക അല്ലേ. അപ്പോൾ ഈ കമ്പോണൻറ്റിൻ്റെ ഇവിടുത്തെ ഡെൽറ്റ H E1-നെ റെപ്രസെൻ്റ് ചെയ്യും, ഇവിടുത്തെ ഡെൽറ്റ H E2-നെയും റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ H രണ്ട് ടേംസും വരും, E1-ഉം E2-ഉം വരും. അപ്പോൾ വി ആർ അപ്ലൈയിങ് ദിസ് ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു, ഇൻ്റഗ്രൽ E.dl ഈക്വൽ ടു 0. അപ്ലൈയിങ് ദാറ്റ് ഇക്വേഷൻ ടു ദി ക്ലോസ്ഡ് പാത്ത് ABCDക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 0 ഈക്വൽ ടു E ഇൻറ്റു L. അപ്പോൾ E ഇൻറ്റു ലെങ്ത്താണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് വൺ അതിൻ്റെ ഈ AB എന്ന് പറയുമ്പോൾ എങ്ങനത്തെ കമ്പോണൻ്റ്? AB എന്ന് പറയുമ്പോൾ നേരെയുള്ള കമ്പോണൻറ്റ് നമ്മളെങ്ങനെ എഴുതുന്നത്? അത് ഫസ്റ്റ് മീഡിയയിലാണുള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? E1T ഇൻറ്റു അതിൻ്റെ ലെങ്ത് എത്രയാണ്? ഡെൽറ്റ W. E1T ഇൻറ്റു ഡെൽറ്റ W മൈനസ് BC-യിൽ എന്താണ്? ഒരേ ഡയറക്ഷനിലായതുകൊണ്ടാണ് നമ്മൾ BC എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? E1N BC എന്ന് പറയുമ്പോൾ നേരെ താഴത്തോട്ട് വരുമ്പോൾ അതിൻ്റെ കമ്പോണൻ്റ് എങ്ങനെയാണ്? ഈ BC ആണ്. അപ്പോൾ E1N മൈനസ് E1N ഡെൽറ്റ H/2. പിന്നെ അടുത്ത ഡെൽറ്റ H/2 എവിടെയാണ്? E2N ആണ്. അപ്പോൾ E2N ഡെൽറ്റ H/2 മൈനസ് E2T ഡെൽറ്റ W
പിന്നെ നേരെ അതായത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ്, മേപ്പോട്ട് പോകുമ്പോൾ പ്ലസ്സും ആണ്. മേലോട്ട് പോകുമ്പോൾ E2T E2n ഇൻറ്റു ഡെൽറ്റ എച്ച് ബൈ 2, അതിന് മേലെ വരുമ്പോൾ E1n ഇൻറ്റു ഡെൽറ്റ എച്ച് ബൈ 2. ബട്ട് അസ്യൂമിങ് ഡെൽറ്റ എച്ച് ബൈ 2 ഈക്വൽ ടു 0 ആണ് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ E1n ബൈ ഡെൽറ്റ എച്ച് ബൈ 2ൻ്റെ എല്ലാനും നമുക്ക് പോകും. ഡെൽറ്റ എച്ച് ബൈ 2ൻ്റെ എല്ലാനും പോകും. ദാറ്റ് ഇസ് E1T into delta W equal to E2T into delta W, or it is from this we can clear that E1T equal to E2T. That is രണ്ടിൻ്റെയും ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് സെയിം ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, അതേപോലെ തന്നെ ഈ എന്ന് പറഞ്ഞാൽ എന്താണ്? D equal to epsilon E. From this E equal to D by epsilon. E equal to D by epsilon. അപ്പോൾ D1T by epsilon 1 equal to D2T by epsilon 2. From this we get that D1T by D1n equal to D2 അല്ലേ, D1T by epsilon 1 equal to D2T by epsilon 2. ഓക്കെ, പിന്നെ ഇക്വേഷൻ 2ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? del Q അല്ല, ഇൻ്റഗ്രൽ വാട്ട് ഈസ് അവർ ഇക്വേഷൻ 2? ഇൻ്റഗ്രൽ D ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ വി ഡി വി. അപ്പോൾ അല്ലെങ്കിൽ Q അല്ലെങ്കിൽ റോ വി ഡി വി. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇതിൽ വന്നത് എന്താ? D1n ഡെൽറ്റ എസ് മൈനസ് D2n ഡെൽറ്റ എസ് ഈക്വൽ ടു റോ എൻ. ഫ്രം ദിസ് ഫോർ D1n ഈക്വൽ ടു D2n. ദാറ്റ് ഈസ് ഫോർ ചാർജ് ഫ്രീ ആണെങ്കിൽ D1n ഈക്വൽ ടു D2n. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് സെയിം ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ നോർമൽ കമ്പോണൻറ്റ് സെയിം ആണ്. ദാറ്റ് ഈസ് E1T ഈക്വൽ ടു E2T ആൻഡ് D1n ഈക്വൽ ടു D2n. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റും ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ നോർമൽ കമ്പോണൻറ്റും സെയിം ആണ്. ആൻഡ് ദീസ് ആർ നോൺ ആസ് ദി ബൗണ്ടറി കണ്ടീഷൻസ്. ഇതാണ് എൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി റിഫ്രാക്ഷൻ ഓഫ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, E1നെ നമുക്ക് എങ്ങനെ എഴുതാം? E1T ഈക്വൽ ടു E2T ആണല്ലോ അല്ലേ. അപ്പോൾ E1ന് പകരം E1Tനെ E1 സൈൻ തീറ്റ 1, അതുപോലെ E2T ഈക്വൽ ടു E2 സൈൻ തീറ്റ 2. അപ്പോൾ E1 സൈൻ തീറ്റ 1 ഈക്വൽ ടു E2 സൈൻ തീറ്റ 2. അടുത്തെന്താണ്? DN1 ഈക്വൽ D12. അതിനെ നമ്മൾ കൊടുത്തു. ദെൻ ഇക്വേഷൻ 2 1/2 കണ്ടപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? tan തീറ്റ 1 by epsilon 1 ഈക്വൽ ടു tan തീറ്റ 2 by epsilon 2, or tan തീറ്റ 1 by tan theta 2 equal to epsilon r1 by epsilon r2. Okay, this is the refraction of electric line of force. Refraction എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെണ്ണത്തിലേക്ക് ഇതാണ് ഫസ്റ്റ് മീഡിയം, ഇതാണ് സെക്കൻഡ് മീഡിയം. ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയം തമ്മിലുള്ള റിഫ്രാക്ഷൻ. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് പോകുമ്പോൾ ദർ ഷുഡ് ബി ഇത് നോർമലിൽ നിന്ന് ചെറിയൊരു ബെൻഡ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റിഫ്രാക്ഷൻ കാരണം ഉണ്ടാവുന്നതാണ് ഇത്. അതായത് നമ്മൾ N1/N2 ഈക്വൽ ടു സൈൻ തീറ്റ 1 by സൈൻ തീറ്റ 2 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ വേറെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആണ്. അപ്പോൾ tan തീറ്റ 1 by tan തീറ്റ 2 ഈക്വൽ ടു epsilon r1 by epsilon r2. ദിസ് ഇസ് ദി റോ ഓഫ് റിഫ്രാക്ഷൻ. വാട്ട് ഇസ് വാല്യൂ ഓഫ് തീറ്റ? തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് തീറ്റ. ഇനി കണ്ടക്ടർ ഡയലക്ട്രിക് ബൗണ്ടറി കണ്ടീഷൻസ്. കണ്ടക്ടർ ഡയലക്ട്രിക് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അപ്പോൾ ഒരു സൈഡ് കണ്ടക്ടറും, അതായത് വൺ സൈഡ് കണ്ടക്ടറും ഒരു സൈഡ് എന്തായിരിക്കും? ഡയലക്ട്രിക് ആയിരിക്കും. കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കണ്ടക്ടറിന് സിഗ്മ ഈക്വൽ ടു ഇൻഫിനിറ്റി. സിഗ്മ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടക്ടിവിറ്റി അല്ലേ. കണ്ടക്ടർ ആകുമ്പോൾ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ഈസ് ഇൻഫിനിറ്റി ഫോർ എ കണ്ടക്ടർ ആൻഡ് റോ ഈക്വൽ ടു ചാർജ് ഡെൻസിറ്റി ഈസ് 0. ഇപ്പോൾ നമ്മൾ ഈ ഡോട്ട് ഡി എൽ 0 എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? ഇവിടെ E1n E2 എന്നുള്ളത് എന്തായിരിക്കും? 0. ഇൻസൈഡ് എ കണ്ടക്ടറിന് ഇല്ലല്ലോ. അപ്പോൾ ഒരു EN മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ET ഈക്വൽ ടു 0 ആണ് നമുക്കിവിടെ കിട്ടുക. ET ഈക്വൽ ടു
0. അതേപോലെ dn ഈക്വൽ ടു റോ. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ, അതേപോലെ തന്നെ ഒരു d1 d2 എന്നുണ്ടാവില്ല, അതുപോലെ E1 E2 എന്നുണ്ടാവില്ല, ET മാത്രം, അതുപോലെ നോർമൽ കമ്പോണൻറ്റ് മാത്രം. അപ്പോൾ ET ഈക്വൽ ടു 0, ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 ആൻഡ് നോർമൽ കമ്പോണൻറ്റ് ഈസ് റോ എസ്. അതാണ് കണ്ടക്ടർ ഡയലക്ട്രിക് ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, ഇനി കണ്ടക്ടർ ഫ്രീ സ്പേസ് ബൗണ്ടറി കണ്ടീഷൻസ്. കണ്ടക്ടർ ഫ്രീ സ്പേസ് ബൗണ്ടറി കണ്ടീഷൻസ് എന്താ അർത്ഥം? കണ്ടക്ടർ ഈസ് എക്സ്റ്റേണൽ, അതായത് dt എവിടെയും 0 തന്നെ, ET ഈക്വൽ ടു 0, dn ഈക്വൽ ടു 0. അതായത് ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസ് ആകുമ്പോൾ എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയില്ലേ, ഇതന്നെ സെയിം ഇക്വേഷൻസ് തന്നെയാണ്. പക്ഷേ ഇവിടെ d എന്ന് പറയുന്നത് എപ്സിലോൺ e ആണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ d എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ 0 e. അതാണ് കണ്ടക്ടർ ഫ്രീ സ്പേസ് ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, അപ്പം 3 ബൗണ്ടറി കണ്ടീഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ഡയലക്ട്രിക് ബൗണ്ടറി കണ്ടീഷൻ, ഡയലക്ട്രിക് കണ്ടക്ടർ ബൗണ്ടറി കണ്ടീഷൻസ് ആൻഡ് കണ്ടക്ടർ ഫ്രീ സ്പേസ് ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, താങ്ക് യു.